ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളൊരു വീഡിയോ ഇട്ടത്. ഇപ്പോൾ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു സൺഡേ ആണ്. അപ്പോൾ തലേന്ന് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം സാധനങ്ങളൊക്കെ ജസ്റ്റ് അതേപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ കിടന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെച്ചു. സൺഡേ ആയതുകൊണ്ട് തന്നെ നോർമലി എല്ലാവരും ഒന്ന് ലേറ്റ് ആയിട്ടോ എണീക്കാം. അപ്പോൾ അത്രയും ദിവസം നമ്മൾ വീക്ക് ഡേയ്സിലൊക്കെ മൊത്തം നല്ല തിരക്കായിട്ട് ഹറിബറി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ സൺഡേ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇന്ന് അങ്ങനെ ഓവർ ലേറ്റ് ആയിട്ടില്ല. ഒരു സാധാരണ എണീക്കുന്ന ഏകദേശം ആ സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തോ എനിക്ക് അങ്ങനെ എണീക്കാൻ തോന്നി. അപ്പോൾ എണീറ്റപ്പോൾ പിന്നെ ഓൾറെഡി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ചായ വെച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് കുറച്ച് കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കുറച്ച് ക്ലീനിങ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നമ്മളേതായിട്ട് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം നമ്മൾ ബോഡിയിലേക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം ഞാനൊക്കെ ആദ്യമൊക്കെ ഫ്രീ കിട്ടിയാൽ വേഗം ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കാലം കഴിയുന്തോറും നമുക്കൊരോ മാറ്റം വരും എന്ന് പറഞ്ഞ പോലെ ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനാണ് നോക്കുക. അങ്ങനെ നമ്മൾ 2025 എന്നുള്ളൊരു പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പം പലരും പുതിയ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പൊതുവായിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും എടുക്കാത്ത ആളാണ്. അങ്ങനെ ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ റെസൊല്യൂഷനായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും മനസ്സിൽ ചെറിയൊരു ഉദ്ദേശം ഉണ്ടാവും. എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്, ഓരോരുത്തർക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ടാവല്ലോ, അതൊന്ന് മാറ്റണം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ്. അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ മാറ്റം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ റെസൊല്യൂഷൻ എടുത്തവരുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ലൈഫ് പോണത്. അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. തിരിച്ച് ബാക്കോട്ട് പോകരുതല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ചെയ്തിടാനും മറക്കരുത്. എനിക്ക് മാത്രമാണ് നമ്മൾ വീഡിയോസിന് ആവശ്യത്തിലുള്ള റീച്ചൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കബോർഡ് ഞാൻ കുറേ കാലമായിട്ട് ഒന്ന് നന്നാക്കി വെക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കബോർഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗത്തുള്ള കബോർഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ചപ്പുചവറുകളും അലവലകളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു കബോർഡായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ക്ലീൻ ആക്കണമെന്ന് കരുതിയിട്ട് കുറേ നാളായി, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും അതിന് പറ്റിയൊരു സുദിനാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ആദ്യമായിട്ട് കിട്ടിയ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററൊക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ച പോലെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഇനി വെറുതെ വെച്ചിട്ട് കാര്യമില്ല, നൊസ്റ്റാൾജിയ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയ സംഭവമൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കളയാമെന്ന് കരുതി. അപ്പോൾ അതിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പം ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിറയെ കൂറകൾ, പാറ്റ ഇങ്ങനെ ചെറുത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് ഈ കബേർഡിലൊക്കെ. അത് എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ വേസ്റ്റ് ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ വരെ എപ്പോഴും പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൈ എത്താത്തൊരിടം അങ്ങനെ ഉണ്ടാവലില്ല. ഞാൻ മാക്സിമം ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഭാഗവും ഒന്ന് തുടയ്ക്കാറുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനുള്ള സൊല്യൂഷനായിട്ട് ഞാൻ നാഫ്തലിൻ ബോൾസൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ്. എന്നിട്ടും അത് പോയിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഹിറ്റിൻ്റെ ജെല്ലൊന്ന് നോക്കണം എന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലേറ്റും ഗ്ലാസും ഫുഡ് ഐറ്റംസൊക്കെ വെക്കുന്ന കബോർഡ്സ് ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊരു മടി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ ഒരു ഇഫക്റ്റീവായ സൊല്യൂഷൻ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അത് ഷെയർ ചെയ്യാം കേട്ടോ.
ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യം കേട്ടോ. നമ്മൾ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു വൈറ്റ് പ്ലേറ്റ്സ്. അതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ഒരു ബ്ലാക്ക് പ്ലേറ്റ്സ്. അപ്പോൾ ഈ 2 പ്ലെയിൻ പ്ലേറ്റ്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഒരു ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ 2 പ്ലേറ്റ്സ് തന്നെയാണ്. അപ്പം ഞാൻ കരുതി ഓക്കെ എന്നാൽ പിന്നെ വേറെയും ഡിന്നർ സെറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വർഷത്തോളമായില്ലേ ഇതേ സെയിം പ്ലേറ്റ്സ് തന്നെ യൂസ് ചെയ്യുന്നു, ഇനി മാറ്റിയൊന്ന് യൂസ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ മാറ്റി വെക്കുന്നതല്ലേ, ഏതെങ്കിലും സമയത്ത് ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമെന്ന് കരുതി മാറ്റി വെച്ചൊരു കാര്യമുണ്ടോ നമ്മൾ യൂസ് ചെയ്യാതെ. നമ്മളെ വീട്ടിൽ നമ്മളെക്കാളും വലിയ ഗസ്റ്റ് വേറെ ആരാ ഉള്ളതല്ലേ. അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് നല്ല പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ, എല്ലാ ഷെൽഫിൽ വെറുതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്, എടുക്കലില്ല എന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തിനാ വെറുതെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട്, നമ്മൾ ആരും പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്ത് വെച്ചെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വേറെ ആരും അത് ഉപയോഗിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ കാണുന്ന ഒരു ഐറ്റം ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഭംഗിയോണ്ട് ഞാനതിങ്ങനെ പൊട്ടിക്കാതെ സൂക്ഷിച്ചതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം, ഉപയോഗിക്കല്ലാതെ. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ അതെടുത്ത് ഉപയോഗിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതൊക്കെ ബോക്സൊക്കെ പൊട്ടിച്ച് 4 കപ്പും ഒരു ചെറിയ ഒരു സ്നാക്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പാത്രം പോലുള്ള അങ്ങനത്തെ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഈ ബോക്സ് ഞാൻ കേശൊക്കെ കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ ചെറുതാവുന്ന സമയത്ത് എനിക്കിതുപോലെ ബോക്സിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ബോക്സ് ഉണ്ടല്ലോ, എവിടെ നിന്നായാലും ഞാനത് എടുത്തുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും ഇട്ട് വെക്കല്ലെങ്കിലും ആ ബോക്സ് ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ കാണുന്ന ഫ്രെയിംസിൽ ഞാൻ ഹൗസ് വാമിങ്ങിൻ്റെ മുന്നേ തന്നെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഡബിൾ ടേപ്പ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാട്ടോ വന്നത്. അപ്പം പുതിയ വാളൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ഏതായാലും എന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ഓൾറെഡി എവിടെയും വെക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഈ ടൈൽസിൽ ഇങ്ങനെ വെച്ച് നോക്കാമെന്ന് കരുതി വർക്ക് ഏരിയയിൽ കൊണ്ടുവന്ന് വെക്കിയതാണ്. പക്ഷേ എനിക്കത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. തിരിച്ചതുപോലെ തന്നെ വെച്ചു. ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് വേസ്റ്റ് ഐറ്റംസിൽ പെട്ട ഒരു ഐറ്റം ആട്ടോ അതും. വേറെയും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, അതും ഞാൻ പിന്നെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഒന്ന് കോൺഫ്ലെക്സും അതുപോലെ തന്നെ ബ്രെഡ്, ജാം, ബട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം പൊതുവേ നമ്മൾ കുറച്ചധികം നല്ല ടഫായിട്ടുള്ള വീക്ക് ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ സൺഡേസ് ഇതുപോലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ ആയിരിക്കും. എന്തായാലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രഞ്ച് എന്നൊക്കെ പറയേണ്ടി വരും. ഏകദേശം ആ ഒരു സമയമൊക്കെ ഒരു 10 മണിയൊക്കെ ആവട്ടെ ചായ കുടിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഉണ്ടാവുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ട വാങ്ങിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ചെയ്യാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ട്രീറ്റ് പോലെ എന്നാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് പറയുക, ഇന്ന് ഹസ്ബൻഡും മക്കൾക്കൊക്കെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ ഫംഗ്ഷന് പോയി, ഞാൻ മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബാക്കോട്ട് നിന്നു, ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള സംശയത്തിൽ. ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ലേ. പിന്നെ ഞാൻ വെച്ചാൽ എന്തുകൊണ്ട് എനിക്കൊരു ട്രീറ്റ് കൊടുത്തുവിടാം. അപ്പോൾ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ നേരത്തെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ കാര്യങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊരു ചിക്കൻ തന്തൂരി റൈസ് ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എല്ലുള്ള ചിക്കനൊക്കെ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. ഗാർലിക് പൗഡറിന് പകരം ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പാപ്രിക്ക പൗഡറാണ് കേട്ടോ. പാപ്രിക്ക പൗഡറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് മുളക് പൊടി തന്നെ ചേർത്താലും മതി. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിയാട്ടോ. ഇനി ചേർക്കുന്ന 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതുകൊണ്ട് നല്ല സ്ട്രോങ് ആട്ടോ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മാത്രം ചേർത്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ സ്ട്രോങ് അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. ഇനി ഒരു ചെറുനാരങ്ങൻ്റെ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർക്കുന്നത് ഈ ഒരു പാക്കറ്റ് കട്ട തൈരാണ്. ഇത് മിൽമൻ്റെ ഈ ഒരു ചെറിയ പാക്കറ്റ് തൈരാട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടത്തൈര് ഇല്ലയെന്നുണ്ടെങ്കിൽ പുളിയില്ലാത്ത സാധാ തൈരായാലും മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് അടച്ചു വെച്ചിട്ട് മാറ്റുകയാണ്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഇരിക്കണം കേട്ടോ. ഒരു 2-3 മണിക്കൂറൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എങ്കിലാണ് മസാല ഒക്കെ നല്ലോണം പിടിക്കുള്ളേ.
അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കളറില്ലാത്ത പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പിഞ്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. വീഡിയോയിൽ നമുക്ക് കുറച്ച് കളറൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചേർത്താണ്. പിന്നെ നമ്മളെ മെയിൻ സാധനം മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കസൂരി മേത്തി. അപ്പോൾ കസൂരി മേത്തി എന്തായാലും ഇടാം കേട്ടോ. കസൂരി മേത്തിയൊക്കെ വളരെ വില കുറവാണ്. ഈ ഒരു ബോട്ടിലിൽ 60 സംതിങ് അങ്ങനെ എന്തോ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ എന്തായാലും യൂസ് ചെയ്യുക. എങ്കിലാണ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. ആ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കസൂരി മേത്തി മസ്റ്റാണ്. അങ്ങനെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇതാ ഫ്രിഡ്ജിൽ ഈ ഒരു സംഭവം ഇരിക്കുന്നത് കേട്ടോ. മുന്നേ പല ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. കസ്റ്റർഡ് പൗഡറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗുലാബ് ജാമുൻ മിക്സും അത് നമ്മൾ ബൈ 1 get 1 ഓഫറിൽ വാങ്ങിയതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷം ആവാനായിട്ടോ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഡേറ്റ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കസ്റ്റർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലും വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ശേഷം പാക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ കസ്റ്റർഡ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഗുലാബ് ജാമുൻ നമുക്ക് ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബാംബിനോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗുലാബ് ജാമുൻ മിക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നോർമലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ പാല് കുറുക്കി ഖോയ ഉണ്ടാക്കി അത് വെച്ചിട്ടൊക്കെ വേണമല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അതിൽ തന്നെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആ പാക്കറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രകാരം വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് കുഴയ്ക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ചപ്പാത്തി മാവോ അല്ലെങ്കിൽ മൈദമാവോ ഒക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങനെ അമർത്തി അങ്ങനെ കുഴയ്ക്കരുത്. എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. അതിനുശേഷം നമ്മൾ മാവ് ഉണ്ടാക്കുമ്പം ഉരുട്ടിയെടുക്കുമ്പോഴും ഇതുപോലെ അങ്ങനെ അമർത്തി ഉരുട്ടിയെടുക്കാൻ പാടില്ല. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ നെയ്യോ എണ്ണയൊക്കെ തടവിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഒരു പാക്കറ്റ് വെച്ച് നമുക്ക് 25 ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഞാൻ വലിയ നമ്മൾ നോർമലി ഗുലാബ് ജാമുൻ വാങ്ങുമ്പോൾ ഏത് സൈസാണ് ഉണ്ടാവുക ആ സൈസിലാണ് ഞാൻ ഉരുട്ടിയെടുത്തത്. എന്നിട്ട് അത് പൊരിച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വലുതാവാൻ തുടങ്ങി. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴും വലുതാവുക, പൊരിച്ച് കഴിഞ്ഞിട്ടും വലുതാവുക. മൊത്തത്തിൽ ഒരു ഭീമൻ എന്താ പറയുക ഗുലാബ് ജാമുനായി മാറി കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഉരുട്ടുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു സൈസിൽ ഉരുട്ടിയെടുക്കേണ്ട, ചെറുതാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് 25 എന്ന് പറഞ്ഞപ്പോൾ 25 പോർഷനാക്കി മാറ്റിയിട്ട് അത് ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ ചെയ്തത്. പിന്നെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ക്രാക്ക് വീഴാതെ സൂക്ഷിക്കുക. ഏതെങ്കിലും ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടിക്കേറി വരും. ഇനി ഇത് പൊരിക്കാനിടുന്ന സമയത്ത് ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് കുക്കായി വരാൻ കേട്ടോ. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഓയിലിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ. ഇത് മുങ്ങിപ്പൊരിയാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഓയിൽ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിന് ടേസ്റ്റും ഫ്ലേവറൊന്നും ഇറങ്ങാനില്ലാത്തതുകൊണ്ട് ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനും പറ്റും. പൊരിയും തോറും ഇങ്ങനെ വീർത്ത് വരുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഡയറക്റ്റ് പാനിയിലേക്കല്ല ഇടുന്നത്. പകരം ഇതുപോലെ ഇങ്ങനെ ഒരു റാക്കിലേക്ക് മാറ്റിയതിന് ശേഷം അതിനെ എണ്ണയൊക്കെ തോർന്ന് എന്നാൽ ചെറിയ ചൂടോടുകൂടി ആ ഒരു പാനിയിലേക്ക് ഇടും വേണം കേട്ടോ. ഒരുപാട് ചൂടാറിപ്പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് പാനി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അത്ര ആയപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒരു ക്വിക്ക് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിൽ ഞാൻ നേരത്തെ ഗുലാബ് ജാമുൻ പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള അതേ സെയിം ഓയിലാട്ടോ. ഇനി അതിലേക്ക് 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 2-3 ഏലക്കായും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ജീരകം 1 സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഗീ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ അരിക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉപ്പുണ്ടാവും. അതും കൂടി നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന അരി നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ചെറിയ ടൈപ്പ് അരിയാണ്. ബസ്മതി റൈസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെള്ളം വറ്റിച്ചെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കുക. അപ്പോൾ അതവിടെ കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യൊന്ന് എല്ലാ ഭാഗത്തും ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ സ്കില്ലറ്റ് അല്ലെങ്കിൽ പാനൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി അത് ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. വളരെ പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം കുക്കായി വരും. പിന്നെ നമ്മൾ തൈരൊക്കെ ചേർത്തോണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും കേട്ടോ. എന്നിട്ട് അത് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ബൗളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറും അതിൻ്റെ കൂടെ തന്നെ സാലഡും പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തന്തൂരി ചിക്കനും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള റൈസും ചിക്കനുമാണ്. അപ്പോൾ അത് എത്ര സിമ്പിളാണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര ചെറിയ ഡിഷാണെങ്കിലും എത്ര സിമ്പിൾ ഡിഷാണെങ്കിലും അത് കാണാനും കഴിക്കാനും നമുക്കൊരു ഇഷ്ടം തോന്നും. ഇനി അതിൻ്റെ മേലേക്ക് ഞാനിതാ മയോണൈസും കെച്ചപ്പും ഇതുപോലെ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ നേരത്തെ നമ്മൾ ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓയിൽ എവിടെയും വേസ്റ്റ് ആയി പോയിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ ഇതാ ഒരു ഗ്ലാസ് കൊക്കക്കോള ഇങ്ങനെ വെറുതെ ഒരു ഫ്രിഡ്ജിലുണ്ടായപ്പം ഒരു ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. കൊക്കക്കോള കുടിക്കുന്നത് അത്ര ഹെൽത്തി ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഇതാ അടിപൊളി തന്തൂരി ചിക്കൻ റൈസ് ബൗൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ഒരു സാലഡും ചിക്കനും അതുപോലെ തന്നെ സോസുകളും എല്ലാം കൂടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്ര ഈസിയാണ് ഉണ്ടാക്കാൻ. ആ ഒരു മൊത്തത്തിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഇതാ വൈകുന്നേരം നമ്മളിതാ ആ ഒരു കസ്റ്റർഡും അതിലേക്ക് ആ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുനും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത്. അതും സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കസ്റ്റർഡും ഗുലാബ് ജാമുനും കഴിക്കാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഇത് നമ്മൾ ഗുലാബ് ജാമുൻ നമ്മൾ ഉണ്ടാക്കിയത് ഇതാ കറക്റ്റ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ കറക്റ്റുള്ള ഉള്ളിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.